ഊട്ടി പോയപ്പോഴാണ് ആദ്യമായിട്ട് ഈ ക്യാബേജ് എന്ന് പറഞ്ഞൊരു സാധനം കഴിക്കുന്നത്. എന്തോന്ന് ഈ നാറ്റമുള്ള സാധനം എന്ന് പറഞ്ഞ് ഇപ്പോൾ ക്യാബേജ് തോരൻ ഇല്ലാത്ത ഒരു സ്ഥലമില്ല. എനിക്ക് ആവക്കാടോ ഇഷ്ടമാണ്, പക്ഷേ ഇന്നാളൊരാൾ ഒരെണ്ണം കൊണ്ടു തന്നു. ഒരു കൊച്ചു മത്തങ്ങയുടെ വലിപ്പമുണ്ട്. ചിത്രലാൽ മഹാരാജിന് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു ആഹാരത്തിൻ്റെ കാര്യത്തിൽ. അമ്മൂമ്മ ഒരു അസൽ പാചകക്കാരിയായിരുന്നു. ചൂട് കാലത്ത് മോരൊഴിച്ച് കഞ്ഞി. അമ്മൂമ്മ പറയുന്ന ഓർക്കുന്നുണ്ട്, ഊട്ടി പോയപ്പോഴാണ് ആദ്യമായിട്ട് ഈ ക്യാബേജ് എന്ന് പറഞ്ഞൊരു സാധനം കഴിക്കുന്നത്. അപ്പോൾ ഈ ക്യാബേജ് വേവുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ എല്ലാവരും മൂക്കൊക്കെ പിടിച്ച് അയ്യോ ഇതെന്തോന്ന് ഈ നാറ്റമുള്ള സാധനം എന്ന് പറഞ്ഞ് ഇപ്പോൾ ക്യാബേജ് തോരൻ ഇല്ലാത്ത ഒരു സ്ഥലമില്ല. അപ്പോൾ അങ്ങനെ വി ഇൻകോർപ്പറേറ്റഡ്. നമുക്കിപ്പോൾ എല്ലാം കിട്ടുമല്ലേ, സകല മലക്കറികൾ. ഇപ്പോൾ എല്ലാം വലിയ ഫാഷനായിട്ട് ബ്രോക്കോളി അതൊക്കെയാണ് വലിയ പരിഷ്കാരമായിട്ട്. ആവക്കാഡോ, എനിക്ക് ആവക്കാഡോ ഇഷ്ടമാണ്, പക്ഷേ ഇന്നാളൊരാൾ ഒരെണ്ണം കൊണ്ടു തന്നു. ഒരു കൊച്ചു മത്തങ്ങയുടെ വലിപ്പമുണ്ട്. ആവക്കാഡോ എന്ന് ശരി, മത്തങ്ങയിലൂടെ തേങ്ങയുടെ വലിപ്പം, ഇത്രയും വലിപ്പമുള്ള ഒരു ആവക്കാഡോ ഇന്ന് ഒരാളെ കൊണ്ട് നമുക്ക് തിന്നാനൊക്കില്ല. നമ്മളൊക്കെ ഈ ചെറുത് കഴിച്ചാൽ ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് നൈസ്. പല ഫ്ലേവേഴ്സ് നമ്മൾ ഡിസ്കവർ ചെയ്യുന്നു, അതിനെ നമ്മുടെ ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നു. ബിക്കോസ് നമുക്ക് കുറച്ച് എരിവും ഉപ്പും പുളിയും ഒക്കെ വേണ്ടേ. സായിപ്പൻ്റെ മാതിരി വെറുതെ വേവിച്ചു കൊണ്ട് വെച്ചാൽ നമുക്കത് രുചിക്കില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് മോഡിഫൈ ചെയ്ത്. ചിത്രലാൽ മഹാരാജിന് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു ആഹാരത്തിൻ്റെ കാര്യത്തിൽ. പുതിയ ഫ്ലേവേഴ്സൊക്കെ ടേസ്റ്റ്, പുതിയ ഫ്ലേവേഴ്സ്, പുതിയ അന്ന് അധികം ഈ ഇതൊന്നുമില്ലല്ലോ, ഓൺലൈനും അതെ യൂട്യൂബും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ മാഗസിൻസിൽ നിന്ന് ഈ റെസിപ്പീസ്, അന്ന് ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യ ഇങ്ങനത്തെ മാസികകൾ വരും. അപ്പോൾ അതിലൊരു കോളം കാണും ഈ പാചകക്കുറിപ്പുകൾ. അതൊക്കെ അദ്ദേഹം നോക്കി നമ്മുടെ ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. മഹാരാജ കുക്ക് ചെയ്യുമായിരുന്നു? ഇല്ല, പക്ഷേ ഹിസ് മദർ യൂസ് ടു കുക്ക്. അമ്മൂമ്മ ഒരു അസൽ പാചകക്കാരിയായിരുന്നു. അമ്മ തന്നെ ഉണ്ടാക്കും. ഇപ്പോൾ ദോശയൊക്കെ ഞങ്ങൾ ചുറ്റിനും ഇങ്ങനെ ഇരിക്കും. അമ്മ ഒരു സ്റ്റോവ് വെച്ച് ദോശ ചൂടും, ചൂടാ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കും. പിന്നെ ഈ ചൂട് കാലത്ത് മോരൊഴിച്ച് കഞ്ഞി, തണുപ്പിക്കാൻ മോരൊഴിച്ച കഞ്ഞി, അതൊക്കെ അവിടെ ഇരുന്ന് എല്ലാവർക്കും ചിരട്ടത്തവിയിലാണ് കോരി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹെവി ആയിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കും സമ്മർ വരുമ്പോഴേ. പിന്നെ മാങ്ങ, ഇപ്പോഴും അതെ, എന്നും ഒരു നേരം മാങ്ങ പിഴിഞ്ഞ് ചോറിൽ ചേർത്ത് കഴിക്കാതെ ഇല്ല. അതും ഇത്തവണ ഒരുപാട് മാങ്ങയുണ്ട്.